വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. കവിതയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കവിതയല്ലാത്ത പാട്ടുകളുണ്ട് വേറെ, ഗിനാ എന്നതിന്റെ പേര്. ഗിനാ ആണ് നമ്മൾ ഇന്ന് പറയുന്ന പാട്ടുകൾ, നമ്മുടെ സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ ഒക്കെ ഗിനാ എന്നാ പറയാ. ഷെയർ നമുക്കറിയില്ല, പദ്യവും പാട്ടും വ്യത്യാസമല്ലേ? മലയാളത്തിൽ തന്നെ ആ പദ്യത്തിനാണ് അറബിയിൽ ഷെയർ എന്ന് പറയാം. ഷായർ എന്ന് പറഞ്ഞ മുടിയാണ്, ഷെയർ എന്ന് പറഞ്ഞാൽ കവിതയാണ്. പിന്നെ പാട്ടുകൾക്കാണ് ഗനാ എന്ന് പറയാ. ഗിനാ അല്ലെങ്കിൽ ഗനാ എന്ന് പറയുന്നത് പാട്ടാണ്. അത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വെറുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ചാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളത്, അൽ ഗിനാഉ റുഖിയത്തു സിന. നമ്മൾ ഇത് കൂടെ മനസ്സിലാക്കണം. ഗിനാ പാട്ട് എന്ന് പറയുന്നത് റുഖിയത്തു സിന, വ്യഭിചാരത്തിന്റെ മന്ത്രമാണെന്നാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് പാട്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഏത് പാട്ടുകളും നമ്മുടെ സിനിമാ പാട്ടുകളൊക്കെ അതിന്റെ അർത്ഥങ്ങൾ ആലോചിച്ച് നോക്കിയാല്, പ്രത്യേകിച്ച് ഹിന്ദിയിലൊക്കെ പറയാം. ഹിന്ദി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറുദു ആണത്. ഹിന്ദി ഉറുദു വ്യത്യാസം ഉണ്ടല്ലോ. ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിന്റെ വാക്കുകളൊക്കെ ഉറുദുവാണ്, ഉറുദുവിൽ വരുന്ന വാക്കുകളാണ്. അതൊക്കെ പച്ചയായ ഒരു പെണ്ണിന്റെ ശരീരം വർണ്ണിക്കുക. പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങൾക്ക് ഇത്ര വീട്ടുണ്ടോ ഇവരൊക്കെ പറയണ പാട്ട് കേട്ടാൽ. എന്താണ് പാടുന്നത്? വളരെ പച്ച തോന്നിവാസം. അവരുടെ തെരി ഹോണ്ട് തെരി ഏവോ എന്തൊക്കെയാ പറയാ, സുബ്ഹാനല്ലാഹ്, പച്ചയായ തോന്നിവാസം പറയാം. ഇത് റുഖിയത്തു സിന, മനുഷ്യനെ വ്യഭിചാരത്തെ പറ്റി ചിന്തിപ്പിക്കും. ഒരാട്ടവും ചാട്ടവും രാഗവും തുള്ളലും ഒക്കെ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. മഹാന്മാരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പറയും, കള്ള് പേടിക്കുന്ന പോലെ നിങ്ങൾ ഈ പാട്ടുകൾ പേടിക്കണം എന്നാണ്. പാട്ടുകൾ പേടിക്കണം എങ്ങനെ? കള്ള് പേടിക്കണ പോലെ. ഇന്ന ലഹു ലസക്റൻ കമാ ലിൽ ഖംരി സക്റ. കള്ള് കുടിച്ചാലും മത്ത് പിടിക്കണ പോലെ ഈ പാട്ട് കേട്ടാലും ഒരു തരം മത്ത് വരാനുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് നമ്മുടെ സ്വഹാബത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വെറുപ്പായിരുന്നു എന്നാണ്. നബി തങ്ങൾ കുട്ടിയായിരുന്ന കാലത്ത് തങ്ങളെ ഒരു വിവാഹ സദ്യയിലേക്ക് വിളിച്ചു. അന്നവിടെ പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്. അന്നത്തെ വാദ്യോപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. തങ്ങൾ വിളിച്ചു, ഇങ്ങോട്ട് വാ. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? തങ്ങളന്ന് ചെറിയ കുട്ടിയാണ്. തങ്ങൾ പറഞ്ഞു, മാ ലിഹാദാ ഖുലിഖ്തു, എന്നെ പടക്കപ്പെട്ടത് ഇതിനല്ലല്ലോ, ഞാൻ വരൂല എന്ന് പറഞ്ഞു. സല്ലല്ലാഹു. എല്ലാ കുട്ടികളും പോയി. തങ്ങൾ പറഞ്ഞു, എന്നെ പടച്ചത് ഇതിനല്ല, അതുകൊണ്ട് ഞാൻ വരൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസത്തിന്റെ മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും പാട്ട് തന്നെ റുഖിയത്തു സിന, വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് വെറും പാട്ട്. മ്യൂസിക് ഇല്ലാത്ത ആ പാട്ടിനെ പറ്റി എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു നല്ല ആശയം പാടാണെന്ന് കുഴപ്പമില്ല. ഈ പെണ്ണുങ്ങളുടെ വർണ്ണനകളും അല്ലാത്തത് നമ്മുടെ നാട്ടിലൊക്കെ സിനിമാ പാട്ടുകളൊക്കെ തന്നെയല്ലേ, ഒക്കെ അങ്ങനെയാണ്. ഷെയ്ഖ് ഹരീഫി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. സൗദി അറേബ്യയിലെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതിലെ റെസ്ക്യൂ ഓഫീസർമാരായിട്ട് ചെന്നിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലാസ്സിലെ വിഷയം പറഞ്ഞു. 2 കാറ് കൂട്ടിയിടിച്ചതാണ്. കൂട്ടിയിടിച്ചിട്ട് ഒരു കാറിൽ 2 ചെറുപ്പക്കാരും ഒന്നിൽ വേറെ ഒരുത്തൻ. അയാൾ അപ്പോഴേ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഈ 2 ചെറുപ്പക്കാരും ചോരയിൽ കളിച്ചിരിക്കാൻ അവരെ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് കടത്തി. ഓഫീസർ പറയാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇനി ഏത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലും ഇവർ മരിക്കും, അതുകൊണ്ട് ഞങ്ങൾ കലിമ ചൊല്ലി കൊടുത്തു. കാരണം അന്ന് മുസ്ലിമീങ്ങളായ പോലീസുകാരല്ലേ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, കലിമ ചൊല്ലി കൊടുത്തു. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാൾക്കും പറഞ്ഞു, ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നും മിണ്ടണില്ല രണ്ടാളും. പിന്നെ നോക്കുമ്പോൾ ഇവർ എന്തോന്ന് പറയുന്നുണ്ട് നാവില്. മരണത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, സെക്കൻഡുകളെ ബാക്കിയുള്ളത്. ഒന്ന് കലിമ ചൊല്ലി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവൻ ചെല്ലണില്ല. അങ്ങനെ ഞങ്ങൾ മെല്ലെ ചെവി വെച്ച് നോക്കുമ്പോ ഇവൻ പാട്ടുപാടാണ്. നോക്കുമ്പോ കാറ് മ്യൂസിക് പ്ലേ ചെയ്തിട്ടാ വന്നത്. അവരാ മത്തിലായിരുന്നു. അങ്ങനെ വളരെ സങ്കടം എന്ന് പറയട്ടെ, ഈ 2 ചെറുപ്പക്കാരും കലിമ ചൊല്ലിക്കൊടുത്തു. രണ്ടാളും ചൊല്ലിയില്ല. 2 പേരും ഒരു സിനിമാ പാട്ടും പാടിയിട്ടാണ് മരിച്ചതെന്ന്. ഹബീബി ഹബീബി എന്ന് പറഞ്ഞിട്ട്. ഏത് ഹബീബി? പച്ച സിനിമയിലെ അറബി സിനിമകളിൽ പാടുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള പാട്ട്. അതാ പാടിയിട്ട് ആ കവിത ചൊല്ലി പാട്ടുപാടി 2 പേരും മരിച്ചു. അതിന്റെ ശേഷം ഈ പോലീസ് ഓഫീസർ എപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. അദ്ദേഹം സങ്കടപ്പെട്ട് കരയുന്ന ആ ചെറുപ്പക്കാർ മരിച്ച വല്ലാത്തൊരു അനുഭവം. കലിമ ചൊല്ലി മരിക്കാൻ പറ്റിയില്ലല്ലോ അവർക്ക്. കേൾക്കുന്ന മുഴുവനും പാട്ടാണ്. വണ്ടിയിൽ പോകുമ്പോൾ പാട്ടാ കേൾക്കുന്നത്, നടക്കുമ്പോൾ പാട്ടാണ്, ചെവിയിൽ പാട്ടാ കിടക്കുന്നത്, ഉറങ്ങുമ്പോൾ പാട്ടാ. പിന്നെ എങ്ങനെ കലിമില്ല? ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. വേറെ അനുഭവം പറഞ്ഞു. വേറെ ചെറുപ്പക്കാരൻ വണ്ടി നിർത്തിയത് ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, റോഡ് സൈഡ് ആക്കിയിട്ട്. അത് സൗദി അറേബ്യയിൽ തന്നെ ഷെയ്ഖ് ഹരീഫിയുടെ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ വിഷയം ഉദ്ധരിച്ചത്. അങ്ങനെ ടയർ മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങി ഇതിന്റെ സ്റ്റെപ്പിന് ടയർ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ കാർ വന്നിടിച്ചു, ചെറുപ്പക്കാരൻ മരിക്കുകയാണ്.
ഇവർ ഓടിയെത്തി വന്നു, ചെറുപ്പക്കാരന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ഞങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു. കലിമ ചൊല്ലി കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുർആൻ ഓതാണ്. ഖുർആൻ ഓതി ഇങ്ങനെ ആ ഖുർആൻ അങ്ങനെ ഓതിയിട്ടാണ് മരിച്ചത്. ഭയങ്കര സന്തോഷമായി. അത് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു, വീട്ടുകാരോടൊക്കെ വിഷയം പറഞ്ഞവർ അന്വേഷിച്ച് വിളിച്ചു വരുത്തി. നോക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി രാവിലും പകലിലും ഖുർആൻ ഓതിയിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു, അതിലും ഖൈറായി ഖുർആൻ ഓതിയിട്ടാണ് ചെറുപ്പക്കാരൻ മരിച്ചത്. ഹോസ്പിറ്റലിൽ ഖുർആൻ ഞങ്ങൾ ഇങ്ങനെ കേട്ടു കുട്ടിങ്ങനെ ഓതുന്നത്. ഒന്നും ചെയ്യാൻ വയ്യ, വേദന കൊണ്ട് പുളയാണ്. പക്ഷെ നാവിലെ ഖുർആനാ വന്നത്. ഓതിക്കൊണ്ട് സ്ഥിരമായി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതേ മരണനേരത്ത് ഓർമ്മ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, ഇപ്പൊ തന്നെ നിർത്തണം. സിനിമ പാട്ട് പാടാനൊക്കെ ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട്. ജാതി മതവും ഇല്ലാത്തവരും ബഹുദൈവ വിശ്വാസികളായിട്ടുള്ളവരും പല മതക്കാരുണ്ട്. നമ്മളതിന് പോവല്ലേ, നമ്മൾ ഖുർആനിലേക്ക് വരും. നമ്മൾ അവർക്കും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. റുഖിയത്തു സിന, വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് പാട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സിനിമാ പാട്ടുകളൊക്കെ. അതിന് എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അത് ഷർറാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ വാക്ക് ഉലമാ പറയാണ്, അദ്ദേഹം എങ്ങാനും ഇന്ന് നടക്കുന്ന പാട്ട് കണ്ടിരുന്നുവെങ്കിൽ പ്രായമുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ആടുന്നതും ചാടുന്നതും വസ്ത്രം മറക്കാതെയും ആണുങ്ങളുമായി മിങ്കിൾ ചെയ്തിട്ട് കൈപിടിച്ചിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളൊക്കെ വെച്ച് പാടുന്ന ഈ പാട്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടിരുന്നതെങ്കിൽ എന്താ പറയാ? അന്നത്തെ വെറുതെയുള്ള പാട്ട്, വെറുതെ പറയുന്ന പാട്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു വീടിനരികത്തുകൂടെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്നിട്ട് നല്ല പാട്ട് പാടുന്നുണ്ട്. അന്ന് ഈ പെണ്ണുങ്ങളെ പറ്റിയുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇംറുൽ ഖൈസൊക്കെ അതിലെ വെമ്പനാണ്. ഇംറുൽ ഖൈസൊക്കെ പാടുന്ന പെണ്ണിനെ പറ്റിയുള്ള പാട്ടൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സബ്ഉൽ മുഅല്ലഖാത്ത്, അറബികളെന്ന് കഅബന്റെ ഉള്ളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള 7 വലിയ കാവ്യങ്ങളുണ്ട്, ഖണ്ഡകാവ്യങ്ങളുണ്ട്. ആ കാവ്യങ്ങൾ എന്ന് പറയുന്നത് പച്ചയിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള വർണ്ണനകളാണ്. അത് ഇസ്ലാമിന്റെ പ്രീ ഇസ്ലാമിക് പീരീഡിൽ കഴിഞ്ഞ സംഭവങ്ങളാണ്. പക്ഷെ അറബ് ഭാഷ മനസ്സിലാക്കാനും ഭാഷയുടെ ഭംഗി മനസ്സിലാക്കാനും ഈ അറബ് ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അത് പഠിക്കും. സബ്ഉൽ മുഅല്ലഖാത്ത് അന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നോക്കാൻ പറ്റൂല. അങ്ങനെ അറബിയിലത് ഒരു വിധം പഠിച്ചവർക്കല്ലാതെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടി അല്ലെ കുറഞ്ഞ അറബി അപ്പുറപ്പുറം കൈഫാലക്കും മാഫി മുഷ്കിലും മാത്രം പഠിച്ചെടുക്കൊന്നും ഇത് മനസ്സിലാവില്ല. ഭയങ്കര ഡീപ്പാണ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ലാംഗ്വേജ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. വളരെ മോശപ്പെട്ട രീതിയിലുള്ള വർണ്ണനകൾ കാണും അതില്. ഡോക്ടർ ഉമർ അബ്ദുൽ കാഫി അദ്ദേഹം പറയാറുണ്ട്, അറബികള് പെണ്ണുങ്ങളൊക്കെ അന്ന് വർണ്ണിക്കുന്നത് ചന്ദ്രനെ നോക്കിയിട്ടാണ്, ചന്ദ്രനെ പോലെ എന്നൊക്കെ. എന്താണെന്നറിയോ, അന്ന് അറബികൾ ആകെ മരുഭൂമിയിൽ ചന്ദ്രനെ കണ്ടിട്ടുള്ളൂ ചെറുക്കുള്ള സാധനമായിട്ട്. ഞാൻ പറഞ്ഞു, ഇവർ വല്ല ജർമ്മനിയിലോ വല്ല മൂന്നാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, മൂന്നാറിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ, നല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ സ്വർഗ്ഗങ്ങളായ പ്രദേശങ്ങളാണ് അതൊക്കെ, വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം വർണ്ണിക്കാനുണ്ടാകും. വെറും ഒരു മരുഭൂമി, ഉണങ്ങിയ മരുഭൂമി, മേലെ ആകാശത്തൊരു ചന്ദ്രൻ, ഇത് രണ്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ മാൻപേടകളുണ്ട് എന്ന് വല്ലപ്പോഴും കേട്ടിട്ടുണ്ട് സിറിയക്ക് യാത്ര പോകുന്നവരൊക്കെ, എന്നല്ലാതെ ഇവർ കണ്ടിട്ടും കേട്ടിട്ടും. എന്നിട്ട് പോലും അവർ ചെയ്ത വർണ്ണനകൾ വല്ലാത്ത വർണ്ണനകൾ. ഇവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തൊക്കെയൊക്കെ പറയാണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പാട്ടുപാടാണ്. മഹാനായ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങൾ ബീവി പറഞ്ഞു, ഉഫ്ഫിൻ ശൈത്വാനുൻ അഖ്രിജൂ, നാശം, പിശാചാണിവൻ, പുറത്തു പോവാൻ പറയുന്നു പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏതോ ഒരു വീട്ടിലാണ് പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഉഫ്ഫിൻ ശൈത്വാനുൻ അഖ്രിജൂ, നാശമാണവന്, പിശാചാണവൻ, പുറത്തു പോ, അവനെ പുറത്താക്കുവിനെന്ന് ആ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മുടെ നാട്ടിലുള്ള ഈ ചാടിക്കളിയൊക്കെ കണ്ടാൽ എന്തായിരിക്കും ഒരു പറയാം? നമ്മൾ സ്റ്റേജിൽ വെച്ച് കളിക്കുന്ന കളിയൊക്കെ കണ്ടാൽ വെറും പാട്ടാണോ ഇപ്പോ? വളരെ മോശപ്പെട്ട ഡാൻസുകളല്ലേ? വളരെ ഈ ഡാൻസിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം? ഒരു പെണ്ണ് അവളുടെ ശരീരവും അവളുടെ ബെല്ലി ഡാൻസ് അല്ലെ അതുപോലെയുള്ള ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഈ ഓട്ടവും ചാട്ടവും താളവും നൃത്തവും, എന്താ ഇതിന്റെ അർത്ഥം? വ്യഭിചാരത്തിലേക്ക് വിളിക്കണില്ലേ? പുരുഷന്മാർക്ക് എന്താ തോന്നുക? ഇത് കണ്ടിട്ട് അള്ളാഹ്ന് ഓർമ്മ വരുന്നുണ്ടോ? ഇത് കണ്ടിട്ട് അള്ളാഹ്ന് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ആരെ ഓർമ്മ വരുന്നത്? എന്താ തോന്നുന്നത് മനസ്സിന്റെ ഉള്ളില്? എന്ത് തോന്നും? വ്യഭിചാരത്തെക്കുറിച്ച് ഓർമ്മ വരൂലേ? തിന്മയെക്കുറിച്ച് ഓർമ്മ വരൂലേ? അതുകൊണ്ടാണ് റുഖിയത്തു സിന അത്രയും മോശപ്പെട്ട സംഗതികളാണ്, നമുക്ക് പാടില്ലാത്ത സംഗതിയാണത്. എന്തേ ശരീരത്തിന് ഇഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമല്ല. റുഖിയത്തു സിന എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. റുഖിയത്തു സിന, ഒരു മഹാനായ ഒരു ആലിമിന്റെ അടുത്ത് വന്നിട്ട് ചോദ്യം വന്നത് ഇതാണ്, പാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ എന്നാ ചോദിച്ചത്. പാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ വിഷയം വന്നത്, പാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താ, മസാല എന്താ, ഹറാമാണോ ഹലാലാണോ? അപ്പൊ ചോദിച്ചു, ഈ ഇങ്ങനത്തെ പാട്ടുകൾ കിട്ടും, നമ്മൾ പറഞ്ഞ നല്ല പാട്ടിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ചോദിച്ചു, ഈ എന്നെ പറഞ്ഞതാ, നീ തന്നെ പറഞ്ഞതാ, അല്ലാഹു തആല
നല്ലതും ചീത്തയും എന്ന് രണ്ട് ഭാഗമാക്കി കാര്യങ്ങളെ വേർതിരിച്ചാൽ ഈ പാട്ടിന് നീ ഏതിലാ വെക്കുക? നല്ലയിലോ ചീത്തയിലോ? പറഞ്ഞു ചീത്തയില്. അതന്നെ എന്റെ ഫത്വ. അപ്പൊ നീ തന്നെ നിനക്ക് ഫത്വ തന്നല്ലോ, നീ പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഖൈറും ഷർറും ഉണ്ടെങ്കിൽ ഇത് ഏതിലാ വിടുക? ഇബാദത്തിലാണോ ഇത് വിടുക, അല്ല ഷർറിലാണോ വിടുന്നത്? ഷർറിലല്ലേ, മോശപ്പെട്ടത്. പിന്നെ ഇവിടെ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയാൻ. അപ്പോ ഈ തരത്തിലുള്ള മോശപ്പെട്ട രീതികൾ നമ്മുടെ നാടുകളിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരുടെ തലകളിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന കേൾവി, ഇന്ന സമഅ, ചെവിയെ സംബന്ധിച്ച് നാളെ ചോദ്യമുണ്ട്. വൽ ബസറ, കണ്ണിനെ കുറിച്ചും ചോദ്യമുണ്ട്. വൽ ഫുആദ, മനസ്സിനെ കുറിച്ചും ചോദ്യമുണ്ട്. ഒരു നൃത്തമോ സംഗീതമോ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അതിന്റെ ആളുകളെ കാണുന്നുണ്ട്, അത് നടക്കുമ്പോൾ മനസ്സിൽ മോശപ്പെട്ട ചിന്ത വരുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ത് അല്ലാഹുവിനോട് നമ്മൾ മറുപടി പറയും? അല്ലാഹു തആല നമുക്ക് കാവൽ തരട്ടെ. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അതിനൊക്കെ പകരം വിശുദ്ധ ഖുർആൻ അത് കേൾക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.